എല്ലാ ശ്രമവും ചേലക്കരയിൽ നിന്ന് നടത്തിയില്ലേ? 3 തെരഞ്ഞെടുപ്പുകൾ വന്നത്. ആ തെരഞ്ഞെടുപ്പില് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത് ചേലക്കരയായിരുന്നല്ലോ. കാരണം രാഷ്ട്രീയമായി വലിയൊരു ജയം ചേലക്കര പിടിച്ചെടുത്താൽ ഉണ്ടാകുമെന്നല്ലേ നിങ്ങൾ കണക്കാക്കിയത്? നിങ്ങൾ സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നടക്കം പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിച്ചുകൊണ്ടിരുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ഒരു ചിത്രം നോക്കിയാൽ മതി. 1957 കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, രാജ്യം മുഴുവൻ കോൺഗ്രസിന്റെ കയ്യിൽ, ഒരു ചെറിയ ഭാഗം കേരളം, അവിടെ മാത്രം കമ്മ്യൂണിസ്റ്റുകാര് ഭരണത്തില്. എന്തായി രാജ്യം? എവിടെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ? ആ ശക്തി കേന്ദ്രങ്ങളെല്ലാം എങ്ങനെ ഇപ്പൊ കാണുന്ന ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളായി? RSS നിലപാടിന്റെ ഭാഗമായി വന്ന മാറ്റങ്ങൾ ധാരാളമുണ്ട്. അതിന്റെ ഒന്നും ചരിത്രത്തിലേക്കല്ല ഇപ്പൊ പോകുന്നത്. എങ്ങനെ ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളായി? ഇന്ന് ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുന്ന ഓരോ പ്രദേശവും എടുത്ത് പരിശോധിച്ച് നോക്കൂ. വലിയ തോതിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായവയാണല്ലോ. ആ സംസ്ഥാനങ്ങളിലാണല്ലോ ബിജെപി ശക്തിപ്പെട്ടു നിൽക്കുന്നത്, സംഘപരിവാർ കരുത്താർജി നിൽക്കുന്നത്. എങ്ങനെ സംഘപരിവാറിന് അങ്ങനെ കരുത്താർജിക്കാൻ കഴിയും? മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിനുതകുന്ന നിലപാട്, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. രാജ്യത്തിന് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിന് കഴിയില്ല എന്നതാണ് അനുഭവം. നിരവധി പ്രശ്നങ്ങൾ, വർഗീയമായ പ്രശ്നങ്ങൾ. ആ വർഗീയമായ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ആ വർഗീയ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കുന്ന നിലപാടാണ് എടുത്തത്. വർഗീയതയെ ശക്തമായി എതിർക്കുന്ന നിലപാട് പലർക്കും എടുക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന് മൊത്തത്തിൽ എടുക്കാൻ കഴിഞ്ഞില്ല. ഫലത്തിൽ കോൺഗ്രസ് അണികളുണ്ടായി വർഗീയതയെ ശക്തമായി എതിർക്കാത്തൊരു വിഭാഗമായി. മെല്ലെ അവർ വർഗീയതയോട് മൃദു സമീപനം സ്വീകരിക്കുന്നവരായി. അടുത്ത ഘട്ടം വർഗീയതയുടെ ഭാഗമായി മാറുന്നവരായി. ഇതല്ലേ രാജ്യത്ത് സംഭവിച്ചത്? ഇപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത കോൺഗ്രസിനുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനഃപരിശോധന, തങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി എന്നൊരു പുനഃപരിശോധന കോൺഗ്രസിനുണ്ടോ? ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കളെ എടുത്തു നോക്കൂ. വർഗീയതയുടെ ആടയാഭരണങ്ങൾ എടുത്തടിക്കുന്നവരല്ലേ അവര്? ആ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നവരല്ലേ അവര്? അതിന്റെ ഭാഗമായി വെള്ളി ഇഷ്ടിക അയക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ? എന്തെല്ലാം കാഴ്ച ഈ രാജ്യം കണ്ടു. ഏതെല്ലാം തരത്തിലുള്ള കാഴ്ചകൾ. കോൺഗ്രസിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ എടുത്തിരുന്ന നിലപാടുകൾ ആലോചിച്ച് നോക്കൂ. എന്തേ അവർക്ക് വർഗീയ നിലപാടിനെ ശക്തമായി എതിർക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത്? സ്വന്തം പ്രദേശങ്ങളും അണികളും ചോരുന്ന കാഴ്ച കണ്ടിട്ടും തിരുത്തലിന് തയ്യാറാകാതിരിക്കുന്ന എന്തുകൊണ്ട്? ഇതാണ് നാം ആലോചിക്കേണ്ട കാര്യം. ഇവിടെ കഴിഞ്ഞൊരു ദിവസം ഒരു പ്രത്യേക പ്രശ്നത്തില് ബാബറി മസ്ജിദ് തകർത്ത സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ഭാഗം പറയേണ്ടതായി അന്ന് വന്നു.
ഇന്നും അത് പ്രസക്തമായതുകൊണ്ട് പറയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലീഗ് സ്വീകരിച്ച നിലപാടിനെ കുറിച്ചായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സാധാരണ മുസ്ലിമിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നാണല്ലോ അവകാശപ്പെടുക. ബാബറി മസ്ജിദ് എന്നത് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ അതേസമയം മുസ്ലിം ജനവിഭാഗത്തിൽ ഒരു മസ്ജിദാണ്. ആ മസ്ജിദാണ് തകർക്കപ്പെട്ടത്. ആ തകർക്കുന്നതിന് എല്ലാ സഹായങ്ങളും ഒത്താശകളും ചെയ്ത് എല്ലാ പിന്തുണയും നൽകി അതിനുവേണ്ട സകല കാര്യങ്ങളും ചെയ്തു കൊടുത്ത കോൺഗ്രസിന്റെ കൂടെ ഈ കേരളത്തില് മന്ത്രിസഭയിൽ ഇരിക്കുകയായിരുന്നു അന്ന് ലീഗ്. സ്വാഭാവികമായും ശക്തമായ എതിർപ്പ് മതനിരപേക്ഷ ചിന്താഗതിക്കാരിലാകുകയുണ്ടായി. മസ്ജിദ് തങ്ങളുടേതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം വിഭാഗങ്ങളിലും ശക്തമായ എതിർപ്പുണ്ടായി. എല്ലാവരും എതിർപ്പുണ്ടായി. മാത്രമല്ല, ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനോട് പ്രതിഷേധം വേണ്ടതാണ് എന്നും ലീഗിനകത്ത് അഭിപ്രായമുണ്ടായി. പക്ഷേ ലീഗ് അപ്പോൾ കണ്ടത് ഏറ്റവും പ്രധാനം മന്ത്രിസ്ഥാനമാണ്. കോൺഗ്രസുമായി ചേർന്നുള്ള ആ മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കുന്നത് നല്ലതല്ല. അങ്ങനെ ആ മന്ത്രിസ്ഥാനം തുടരാൻ തീരുമാനിച്ചു. ആ ഇടയ്ക്ക് നടന്നൊരു സംഭവമാണ് ഞാൻ യാദൃശ്ചികമായി പറയേണ്ടി വന്നത്. ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് ഇതിനെല്ലാം ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും മതനിരപേക്ഷ ചിന്താഗതിക്കാരിലെല്ലാം വലിയ രോഷം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാടിൽ ലീഗ് അണികൾക്കും മുസ്ലിം ബഹുജനങ്ങൾക്കും വലിയ രോഷം. മുസ്ലിം വിഭാഗം എല്ലാവരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാവരും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അണികളിൽ വലിയ രോഷം. ആ രോഷം ശമിപ്പിക്കുന്നതിനായി അന്നത്തെ ലീഗിന്റെ സമുന്നതനായ നേതാവ്, പ്രസിഡന്റ്, ആദരണീയനായ അന്നത്തെ പാണക്കാട് തങ്ങൾ അവിടെ പോയി, ഒറ്റപ്പാലത്ത് പോയി. ഒറ്റപ്പാലത്ത് ചെന്ന തങ്ങൾ ചെന്നാൽ സാധാരണ ആളുകൾ തടിച്ചുകൂടും. ഈ കാര്യങ്ങൾ കേൾക്കാനും അദ്ദേഹത്തെ തൊടാനും അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാനും എല്ലാമായിട്ട് ആളുകൾ ധാരാളം കൂടിക്കൂടുന്നതാണ്. ഒരാൾ തിരിഞ്ഞു നോക്കില്ല. അപ്പൊ തങ്ങളൊരു വീട്ടിൽ കയറിയിരുന്നു, ആരുമില്ല. ഇപ്പൊ ലീഗ് പ്രവർത്തകര് ചുറ്റുപാടുമുള്ള വീടുകളിലൊക്കെ പോയി പറഞ്ഞു, ഇങ്ങനെ തങ്ങൾ വന്നവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരണം. ആരും പോയില്ല. ഈ ഒരു അനുഭവം ഇത് നമ്മുടെ നാട്ടിലുണ്ടായ അനുഭവമാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായാലും എല്ലാവർക്കും അറിയാം. ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായ അനുഭവമാണ്. എന്തെങ്കിലും പാഠം ലീഗ് പഠിച്ചോ? അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കൂടുതൽ ചെയ്യാൻ പാടില്ലാത്ത നിലപാടിലേക്കല്ലേ അവർ മാറിപ്പോയിക്കൊണ്ടിരുന്നത്? കോൺഗ്രസിന് അധികാരത്തിന് വേണ്ടി വർഗീയതയുടെ കൂടെ ചേരാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. വർഗീയത പിന്തുണ വിവിധ ഘട്ടങ്ങളിൽ അവർ സമ്പാദിച്ചിട്ടുണ്ട്. പണ്ട് ജനസംഘമായപ്പോൾ സമ്പാദിച്ചിട്ടുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ സമ്പാദിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ കോലീബി സഖ്യം ഓർമ്മയില്ലേ? വടകര വേപ്പൂരൊക്കെ എല്ലാം ചരിത്രമാണല്ലോ. ഞാൻ ഇപ്പൊ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞാൽ വളരെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നാടിന്റെ ചരിത്രമല്ലേ? എന്തിനായിരുന്നു അത്? ഞങ്ങളെ പരാജയപ്പെടുത്താൻ. വടകരയിലും ബേപ്പൂരും ഞങ്ങളെ പരാജയപ്പെടുത്താൻ OLB സഖ്യം. OLB സഖ്യം മാത്രമല്ല, മറ്റു ചില സഖ്യങ്ങൾ ഉണ്ടാക്കിയതല്ലോ. കഴിഞ്ഞോ? ഉറപ്പായപ്പോ ജനങ്ങൾ മുഴുവൻ അണിനിരന്നില്ലേ? ആ അണിനിരന്നതും ലീഗിന്റെ അണികളും ഉണ്ടായില്ലേ? പക്ഷെ ആ ഘട്ടത്തിലൊന്നും നമ്മൾ കാണേണ്ടത്
ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും വലിയ തോതിൽ സഹകരിപ്പിക്കാൻ ലീഗ് തയ്യാറായിരുന്നില്ല. ഇപ്പോഴാണ് ആ നിലയിലേക്ക് മാറിയത്. ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല, രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. അദ്ദേഹമാണ് ലീഗിന്റെ പ്രസിഡന്റ്. സ്വാഭാവികമായും ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പ്രധാനമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ മുസ്ലിം ലോകങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ മതസംഘടനകളുണ്ട്. ആ മതസംഘടനകൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും എങ്ങനെയാണ് കാണുന്നത്? അവരാരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? എന്ത് താല്പര്യമാണ് അവരുമായി സഹകരിച്ചു പോകാൻ? ഒരു താല്പര്യം മാത്രം, വോട്ട് വേണം. എന്തിന്? ഞങ്ങളെ LDFനെ പരാജയപ്പെടുത്താൻ. അതല്ലേ വസ്തുത? ആരാണ് ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ 3-4 സ്ഥലങ്ങളിൽ അവർ മത്സരിക്കാൻ തീരുമാനിച്ചു. അതിലൊന്ന് സഖാവ് തരികാൻ മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക്. ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് ആകെ അവിടെ കേന്ദ്രീകരിച്ചു ജമാഅത്തെ ഇസ്ലാമി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി എന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരല്ല. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതിലവർക്ക് വിശ്വാസമില്ല. പക്ഷെ ഇത്തവണ ജമ്മു കാശ്മീർ മത്സരിക്കാൻ തയ്യാറായി. ജമ്മു കാശ്മീർ ഇതേവരെ സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമായിരുന്നു. ഇതാർക്ക് വേണ്ടിയാ? BJPക്ക് വേണ്ടി. BJPയുമായി സഹകരിച്ചുകൊണ്ട് BJPക്ക് വേണ്ടിയുള്ള മത്സരമായിരുന്നു അത്. ലക്ഷ്യം തരിഗാമിയെ പരാജയപ്പെടുത്തലായിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അതിന്റെ കൂടെ നിന്നോ? ആ ജനങ്ങൾ പൂർണ്ണമായി തരിഗാമിയുടെ കൂടെ തന്നെ നിന്ന് തരിഗാമി വിജയിച്ചു. ഇതല്ലേ വസ്തുത? അപ്പൊ പറയും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അല്ല ഞങ്ങൾ എന്ന്. നമ്മുടെ രാജ്യത്തിന്റെ 2 ഭാഗം, ഒന്ന് വേറെ ഇതൊന്ന് വേറെയും. ജമാഅത്തെ ഇസ്ലാമിയുടെ ന്യായമാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരതേ നിലപാട് സ്വീകരിച്ചു പോകുന്നവരാണ്. ഒരേ നിലപാടാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. എങ്ങനെയാണ് അവരെ അംഗീകരിക്കാൻ കഴിയുന്നത്? SDPI ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? എങ്ങനെയാണ് ഇത്തരം തീവ്രവാദ വിഭാഗങ്ങളെ അംഗീകരിച്ചു പോകാൻ കഴിയുന്നത്? ഇതെവിടെയാണ് എത്തിക്കുക? കോൺഗ്രസിന്റെ അനുഭവം നിങ്ങൾ കാണുന്നില്ലേ? കോൺഗ്രസിന്റെ അനുഭവമാണല്ലോ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങള് കോൺഗ്രസ് അണികൾ BJPയിലേക്ക് എത്തിക്കുന്ന ഇടയാക്കിയത്. ഒരുപാട് നേതാക്കളടക്കല്ലേ പോകുന്നത്. ഇവിടെ തന്നെയല്ല കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളില്ലേ, അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല എന്ന് മാത്രം. എല്ലാം നിങ്ങളുടെ കൺമുന്നിലില്ലേ? കോൺഗ്രസിന്റെ അതേ രീതി നിങ്ങൾ മറ്റേ രീതിയിൽ പ്രവർത്തില്ലേ? കോൺഗ്രസിന്റെ കൂടെ നിന്ന് കോലീബി സഖ്യം പ്രാവർത്തികമാക്കാൻ സഹകരിച്ചവരാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന വർഗീയ ശക്തികളെയും ഒന്നിച്ചു നിർത്താനല്ലേ നോക്കുന്നത്? ആത്യന്തികമായി നിങ്ങൾക്കത് ഗുണമാണോ ചെയ്യ?
ഒരു പാർട്ടിയെ നിരക്ക് നിങ്ങൾ ഗൂഢമാണോ ചെയ്യുക? തെരഞ്ഞെടുപ്പ് ജയവും പരാജയവുമല്ല, നാടിന്റെ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നാടിന്റെ ഭാവിക്ക് അത് ഗുണകരമാണോ? വർഗീയത ശക്തിപ്പെടുന്നത് നാടിന്റെ ഭാവിക്ക് ഗുണകരമാണോ? വർഗീയത എതിർത്ത് പോകാൻ കഴിയണ്ടേ? അത് പറഞ്ഞപ്പോ തീവ്രവാദ ഭാഷയിലാണ് മറുപടിയുമായി ചേർന്ന് വരുന്നത് കണ്ടത്. അതിന് പിന്നെ ഞാൻ മറുപടി പറയുന്നില്ല. അതൊക്കെ സാധാരണ ഒരു ജൽപ്പനങ്ങളെന്നല്ലാതെ അതൊക്കെ ആരെങ്കിലും മുഖവിലക്കെടുക്കാറുണ്ട്. അത്തരം ജൽപ്പനങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയുന്ന ഒരു പാർട്ടിയാണോ CPI? അത് നിങ്ങളുടെ അനുഭവത്തിൽ തന്നെയുള്ള കാര്യങ്ങളില്ലേ? ഏതെല്ലാം ഘട്ടങ്ങൾ നമ്മൾ കടന്നു വന്നതാണ്. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ കാര്യം നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ എല്ലാ ശ്രമവും ചേലക്കരയിൽ നിങ്ങൾ നടത്തിയില്ലേ? 3 തെരഞ്ഞെടുപ്പുകൾ വന്നത്. ആ തെരഞ്ഞെടുപ്പില് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത് ചേലക്കരയായിരുന്നല്ലോ. കാരണം രാഷ്ട്രീയമായി വലിയൊരു ജയം ചേലക്കര പിടിച്ചെടുത്താൽ ഉണ്ടാകുമെന്നല്ലേ നിങ്ങൾ കണക്കാക്കിയത്? നിങ്ങൾ സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നടക്കം പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിച്ചുകൊണ്ടിരുന്നത്. പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോ അതിൻ്റെതായ ഓളം ചേലക്കരയിലും ഉണ്ടാക്കാം, അങ്ങനെ LDF-നെ പരാജയപ്പെടുത്താം എന്ന കണക്കുകൂട്ടലായിരുന്നില്ലേ നിങ്ങൾക്കുണ്ടായിരുന്നത്? പക്ഷേ എന്തായി? ഇതാണ് നാം കാണേണ്ട വസ്തുത. എല്ലാ വിഭാഗത്തെയും നിങ്ങൾ എഴുന്നേൽക്കാൻ നോക്കിയല്ലോ. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലുള്ള എല്ലാവരെയും ഒന്നിച്ച് അണിനിരത്തി SDPI-യെ വലിയ തോതിൽ രംഗത്തിറക്കി LDF-നെ പരാജയപ്പെടുത്താം എന്നതായിരുന്നില്ലേ കണക്കൂട്ടൽ? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ LDF-നോടൊപ്പം എത്ര കണ്ട് ഭദ്രമായി അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. ജയപരാജയത്തിന്റെ കാര്യം പറയുമ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തില് 3 മണ്ഡലങ്ങളില് LDF 3-ാം സ്ഥാനത്തായിരുന്നു. അത് മഞ്ചേശ്വരത്തും കാസർഗോഡും പാലക്കാടുമായിരുന്നു. ആ പാലക്കാട് സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ അവിടെ ഞങ്ങളുടെ നില വല്ലാതെ ഒന്ന് ശോഷിച്ചു പോയാലാണ് ഞങ്ങൾക്ക് വലിയ ക്ഷീണം സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷേ കാണാൻ നമുക്ക് സാധിക്കുക പാലക്കാട്ട് LDF-ന്റെ വോട്ട് വീതം കുറയല്ല ചെയ്തത്. UDF ജയിച്ചിട്ടുണ്ട്. നേരത്തെ UDF ആണ് ജയിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായി UDF ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ LDF-ന്റെ വോട്ട് വീതം നല്ല നിലയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതാണ് പാലക്കാട് ഉണ്ടായത്. ചേലക്കരയിലെ കുറിച്ച് കാണേണ്ടത്
ചേലക്കരയിൽ മത്സരിച്ച പ്രധാന സ്ഥാനാർത്ഥികൾ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ. ആ സ്ഥാനാർത്ഥികള് UDF സ്ഥാനാർത്ഥി തൊട്ടു മുന്നിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചതാണ്. ആ മത്സരിച്ച UDF സ്ഥാനാർത്ഥി ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് നേടാൻ കഴിഞ്ഞോ? അവിടെ വോട്ട് കുറയാണ് ചെയ്ത്. സ്ഥാനാർത്ഥി 1, തെരഞ്ഞെടുപ്പ് 2. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതേ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. അതേസമയം LDF-ന് നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ നല്ല വർധനവ് നേടാൻ കഴിഞ്ഞു. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരാനും LDF സ്ഥാനാർത്ഥിക്കായി. ഇത് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ജനവിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായാണോ? 2016 ആദ്യ LDF സർക്കാർ രൂപം കൊള്ളുമ്പോ ചേലക്കരയിൽ മത്സരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ജയിച്ച UR പ്രദീപ് തന്നെയാണ്. അദ്ദേഹത്തിന് ആ തെരഞ്ഞെടുപ്പ് ലഭിച്ചതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതാണ്. അപ്പോ കേരളത്തിലെ LDF-ന് നല്ല രീതിയിൽ പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതേസമയം BJP-യെ കുറിച്ച് മഹാശക്തിയാണ് എന്ന് പറഞ്ഞു വരണ്ടാൻ ശ്രമിച്ചവരുണ്ടല്ലോ. ആ BJP വലിയ തോതിൽ പുറകോട്ട് പോയി എന്താണ് കാണാൻ നമുക്ക് കഴിയുക. BJP-യുടെ പുറകോട്ട് പോക്കിൽ വർഗീയതയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എല്ലാ ഘട്ടത്തിലും തത്വാധിഷ്ഠിതമായ സമീപനം സ്വീകരിക്കുന്ന LDF-ന്റെ സമീപനം ഏറ്റവും പ്രസക്തമായതാണ് എന്നാണ് കാണാൻ നമുക്ക് കഴിയുക. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. LDF-നെ വലിയ തോതിൽ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുണ്ട്. മറ്റു ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. ഇതിനെല്ലാം തള്ളിക്കൊണ്ട് തന്നെ LDF-നെ നല്ല രീതിയിൽ അംഗീകരിക്കുന്ന നിലപാടാണ് പൊതുവെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. വയനാട് നേരത്തെ രാഹുൽ ഗാന്ധി ജയിച്ചു വന്ന മണ്ഡലമാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കും അവിടെ വിജയം നേടാൻ കഴിഞ്ഞു എന്നതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. അപ്പോ LDF-ന് ഏതെങ്കിലും തരത്തിൽ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, BJP-ക്ക് വലിയ തകർച്ചയുണ്ടായി. LDF-ന് കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് വിജയം ഉറപ്പിക്കാൻ ചേലക്കരയിൽ കഴിഞ്ഞു. പാലക്കാട് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ വോട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞു. BJP-യുമായുള്ള നേരത്തെ ഉള്ള അകലം അതേ നല്ല രീതിയിൽ വോട്ടിന്റെ വ്യത്യാസം കുറച്ചു കൊണ്ടുവരാനും കഴിഞ്ഞു. ഇത് LDF-ന് കൂടുതൽ കരുത്തു പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്.